ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് നമ്മളൊന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഞൊടി ഇടയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മളിവിടെ പച്ചരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പച്ചരി 4 മണിക്കൂർ നമ്മൾ കുതിർത്തിയെടുത്തതാട്ടോ. നല്ലപോലെ കഴുകി നൈറ്റ് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ അതാ ഒരു സ്റ്റെയിനറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അരിപ്പയിലോട്ട് നമ്മൾ അരി ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചോറ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം, നമ്മൾ അരി അളന്നെടുത്ത നമ്മുടെ ആ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു പോവാത്ത രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നെഗത്തിന് വെള്ളം താത്തി ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ പച്ചരി അരഞ്ഞു കിട്ടാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതേപോലെ ഒരു ഡ്രോപ്പ് നമ്മളിതിലേക്ക് എണ്ണയിലേക്കൊന്ന് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതൊന്ന് നമ്മുടെ ബാറ്റർ ഒന്ന് കറക്റ്റായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ എണ്ണയുടെ മീതൊക്കെ അങ്ങ് പൊന്തി വരണം. അപ്പം നമുക്കിനിത് ഓരോ തവി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കി വന്ന ചോറൊന്നും ആരും കളയേണ്ട ആവശ്യമില്ല. നമുക്കിതേപോലെ രാവിലെ വളരെ ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു തവണ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മടിയില്ലാതെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തോന്നും. കാരണം ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി ആയാലും മുട്ടക്കറി ആയാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാട്ടോ. അതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാനിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ,
നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ എണ്ണ നമ്മുടെ ആ ഒരു ചട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡിന്നറിന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെയൊക്കെ നമുക്ക് കുറച്ച് പച്ചരി ഉണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയാൻ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ടക്കറിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.